പന്മനയിൽ കിരൺ തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടത്തി. പുലരി ഓർഗാനിക് ഫാമിന്റെ നേതൃത്വത്തിൽ കണ്ണൻകുളങ്ങര ദേവീക്ഷേത്ര ഭൂമിയിലാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചായിരുന്നു കൃഷി. പന്മന കോലം വാർഡിൽ നെറ്റിയാട്ട് ടൗൺ മസ്ജിദിന് വടക്ക് കണ്ണൻകുളങ്ങര ദേവീക്ഷേത്ര ഭൂമിയിലാണ് പുലരി ഓർഗാനിക് ഫാമിന്റെ നേതൃത്വത്തിൽ കിരൺ മത്തൻ കൃഷി ചെയ്തത്. ഒരു വർഷമായി പന്മനയിൽ ജൈവ രീതിയിൽ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന പുലരി ഓർഗാനിക് ഫാം ആദ്യമായാണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത്. പന്മനയിലെ JLG ഗ്രൂപ്പായ അന്നപൂർണയും കൃഷിയിൽ സഹകരിച്ചു. 6 കിലോ വരെ ഭാരമുള്ള തണ്ണിമത്തനുകളാണ് ലഭിച്ചത്. വിളവ് നല്ല രീതിയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തേതായതുകൊണ്ട് കുറച്ച് വ്യത്യാസം വരും. ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ മാറ്റങ്ങൾ വരും. തുടക്കമാണിത്. അതിൽ നിന്ന് നമ്മൾ കൃഷി ഒരു പരീക്ഷണാർത്ഥം ആദ്യം കുറച്ച് ചെയ്ത് നോക്കിയിരിക്കുകയാണ്. ഇനി വരും കാലങ്ങളിൽ നല്ല രീതിയിൽ ഈ പ്രദേശത്ത് തണ്ണിമത്തന് അതേപോലെ തന്നെ പച്ചക്കറികൾ വിഷരഹിതമായിട്ട് മറ്റ് രാസവളങ്ങളൊന്നും ചേർക്കാതെ തന്നെ ഉൽപ്പാദിച്ചെടുത്ത് നമ്മൾ ഈ പ്രദേശത്ത് സെയിൽ ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ് ഇതിനകത്തുള്ളത്. കൃഷിയിടത്തിൽ വിളവെടുപ്പ് സമയത്ത് നേരിട്ടെത്തി പൊതുജനങ്ങൾക്ക് തണ്ണിമത്തൻ വാങ്ങാനുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. തണ്ണിമത്തന്റെ വിളവെടുപ്പ് ഉദ്ഘാടനം പന്മന കൃഷിഭവൻ ഓഫീസർ ആര്യ കൃഷ്ണൻ നിർവഹിച്ചു. കുടുംബശ്രീ CDSന്റെ പലിശയില്ലാത്ത 25,000 രൂപ വായ്പ സഹായം സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. കുടുംബശ്രീ CDS അതുപോലെ തൊഴിലുറപ്പ് പദ്ധതി എന്നിവയുടെ സഹകരണത്തോടു കൂടിയാണ് നമ്മൾ ഈ കൃഷി ഇവിടെ ചെയ്തത്. തൊഴിലുറപ്പുകാരുടെ സഹായത്തിൽ നമ്മളിവിടെ നില ഒരുക്കുകയും വിത്ത് പാകലും ഒക്കെ ചെയ്യുകയുണ്ടായി. നമ്മുടെ തണ്ണിമത്തൻ കൃഷിയുടെ വിളവെടുപ്പ് ഇവിടെ വെച്ച് നടക്കുകയാണ്. CDS ചെയർപേഴ്സൺ രമ്യ, നിസ, അഗ്രികൾച്ചറൽ CRP സീന, സിജുലാൽ, ഹുസൈൻ പുലരി, നെറ്റിയാട്ട് റാഫി, ഷാജി സംസാരം, നെസ്സി, നെജി തുടങ്ങിയവർ പങ്കെടുത്തു. പച്ചക്കറി, വെണ്ട, പയർ, അതുപോലെ വഴുതന അങ്ങനെയുള്ള പച്ചക്കറി ഐറ്റങ്ങളൊക്കെ നമ്മൾ ഇതിന് പുറത്ത് നമ്മൾ കുറേ വസ്തുക്കൾ എടുത്തു. ഏതാണ്ട് 5 ഏക്കറോളം സ്ഥലത്ത് നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. തുടർന്നും ഈ പ്രദേശത്ത് ആരെങ്കിലും ഇതേപോലുള്ള നല്ല വസ്തുക്കൾ കൃഷിക്ക് അനുയോജ്യമായി നമുക്ക് വിട്ടു തന്നാൽ നമ്മളതും കൃഷി ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചവറ.